അലർജി കാരണം ബ്ലഡിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾക്ക് നമ്മൾ മൂക്കിൽ സ്പ്രേ ചെയ്തിട്ട് കാര്യമുണ്ടോ? അലർജിയുടെ കണ്ടന്റ് കൂടുതലാണെങ്കിൽ, പ്രത്യേകിച്ച് സെറം IG ഒക്കെ ബ്ലഡിൽ കൂടുതലാണെങ്കിൽ നല്ല ശക്തമായിട്ടുള്ള തുമ്മല്, മൂക്കൊലിപ്പ്, കണ്ണ് ചൊറിച്ചില്, ദേഹത്തൊക്കെ തടിച്ചു പൊങ്ങാറൊക്കെ ഉണ്ട്. ഇങ്ങനെ വരാൻ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നീർക്കെട്ടാണ്. ഈ നീർക്കെട്ട് നമ്മൾ മൂക്കിലും കൂടി വരുമ്പോഴാണ് നമുക്ക് തുമ്മലായിട്ട് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. നമ്മൾ മൂക്കിനകത്ത് നേസൽ സ്പ്രേ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു നീർക്കെട്ട് താൽക്കാലികമായിട്ട് കുറയാണ് അവിടെ ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ തുമ്മലൊക്കെ സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത്. ബ്ലഡിൽ അലർജി കണ്ടന്റ് കൂടുതലായതുകൊണ്ട് തന്നെ ഈ നീർക്കെട്ട് വീണ് തിരിച്ചു വരാനും തുമ്മൽ ഉണ്ടാവുന്നത് കാരണമാകുന്നുണ്ട്. അപ്പൊ ഇതങ്ങനെ ഒരു സൈക്കിളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അലർജിയുടെ ഭാഗമായിട്ട് മൂക്കടപ്പുള്ള അധികം ആളുകൾ നേസൽ ഡ്രോപ്സ് യൂസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ നേസൽ ഡ്രോപ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് നേസൽ ഡ്രോപ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മൂക്കിനകത്തുള്ള രക്തക്കൊഴലൊക്കെ ചുരുങ്ങുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് ശ്വാസം എടുക്കാനൊക്കെ ആ സമയത്ത് പറ്റുന്നുണ്ട്. പിന്നെ ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ ഒരുപാട് തവണ ഇത് ഉപയോഗിക്കുമ്പോൾ കൂടുതലായിട്ട് മൂക്കടപ്പ് ഉണ്ടാവുകയാണ് അവിടെ ചെയ്യുന്നത്. അത് മാത്രമല്ല, മൂക്കിനകത്ത് സീലിയ എന്ന് പറഞ്ഞ ക്ലീൻ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെക്കാനിസം ഉണ്ട്. ഇതിനൊക്കെ ഡാമേജ് വരികയാണ്. നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് ഈ നേസൽ ഡ്രോപ്സ് യൂസ് ചെയ്യുമ്പോൾ ഈ സീലിയൊക്കെ ഡാമേജ് വരികയാണ് അവിടെ ചെയ്യുന്നത്. ഇതിന്റെ ഫലമായിട്ട് പെർമനന്റ് ആയിട്ടുള്ള മൂക്കടപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം തുമ്മലായിക്കോട്ടെ, മൂക്കടപ്പായിക്കോട്ടെ, ഇതിനു വേണ്ടി നമ്മൾ നേസൽ ഡ്രോപ്സും നേസൽ സ്പ്രേ ഒക്കെ ഉപയോഗിക്കുമ്പോൾ താൽക്കാലികമായിട്ടുള്ള ആശ്വാസം മാത്രമാണ് അവിടെ നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ബ്ലഡിൽ അലർജി കണ്ടന്റ് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി കാണിക്കുന്ന അലർജി ടെൻഡൻസിയാണ് അവിടെ നമുക്ക് ഈ തുമ്മലും മൂക്കടപ്പൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മളെ ബോഡിയുടെ അലർജി ടെൻഡൻസിക്ക് വേണ്ടിയിട്ടാണ് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത്. ഒരു അസുഖം എന്ന രീതിയിൽ നമ്മൾ അലർജിയെ ട്രീറ്റ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഇവിടെ വേണ്ടത് ട്രീറ്റ് ദ പേഷ്യന്റ് ആണ്. അലർജിയുള്ള വ്യക്തിക്കാണ് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത്. അവരുടെ പാരമ്പര്യം, അതുപോലെ ഫാമിലി ഹിസ്റ്ററി, അവരുടെ അലർജിയുടെ ഹിസ്റ്ററി, എന്തുകൊണ്ട് അവർക്ക് അലർജി വരുന്നു എന്നെല്ലാം വ്യക്തമായിട്ട് നോക്കിയിട്ട് ഒരു വ്യക്തിഗത ചികിത്സ ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് അലർജി നന്നായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. സ്ഥിരമായിട്ട് നേസൽ സ്പ്രേയും അതുപോലെ നേസൽ ഡ്രോപ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അലർജി ടെൻഡൻസി ബ്രേക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അലർജിക്ക് വേണ്ടിയുള്ള ഇത്തരം വ്യക്തിഗത ചികിത്സ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഇത് നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. സ്ഥിരമായിട്ട് നേസൽ സ്പ്രേയും അതുപോലെ നേസൽ ഡ്രോപ്സ് യൂസ് ചെയ്യുന്ന സുഹൃത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്യും. നിങ്ങൾ ഇതുപോലെ തന്നെ ഡെയിലി നേസൽ സ്പ്രേ യൂസ് ചെയ്യാറുണ്ടോ എന്ന് താഴെ കമന്റ് ചെയ്യും.